പട്ടം ശരിയാക്കി പോകുമ്പോൾ ചോറ് കഴിഞ്ഞായിട്ട് ടീച്ചറുടെ ലഞ്ച് ബോക്സ് നൽകാം. അതിൽ ഫസ്റ്റ് വരും ചോറ് പാത്രവും കറിപ്പാത്രവും അച്ചാർ പാത്രമൊക്കെ ഉണ്ട്. ആ ചോറ് പാത്രത്തിൻ്റെ അടുത്താണ് അതിൽ തോരനൊക്കെ ഉണ്ടാവുക. പർസുവിന് വിശാലമായിട്ട് ചോറ് വാരി കഴിക്കാനാണ് വലിയ പാത്രം വാങ്ങിച്ചത്. പർസു നോക്ക് ഇതിൽ ചോറൊക്കെ ആദ്യം വിട്ട് വരും. കസപ്പെട്ടി ഗിഫ്റ്റ് ഞാൻ വേറെ കച്ചറ വാങ്ങിയ കസ് കസ് അതാണ് തരാൻ വിട്ടുവാ. അതിലൊരു ഇത് പെൻഡ്രൈവ് വന്നിട്ട് പെൻഡ്രൈവാണ് ചെയ്യുന്നതാണ്. നല്ല പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കോപ്പിയാക്കി സൂക്ഷിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇന്ന് കഴിക്കാം. ക്ലാസ് ടീച്ചർ ഹബ് ടീച്ചറായിരുന്നു. കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. ഇവിടുത്തെ കൂട്ടുകാരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ എൻ്റെ ടീച്ചറായിരുന്നു. കുറേ തമാശയും പറഞ്ഞ് പിന്നെ കുറേ പഠിപ്പിച്ചു തന്നു. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മുടെ സതീഷ് സാർ കുറേ കഥകൾ പറഞ്ഞു. 5ാം ക്ലാസ്സില് ഒരു ടീച്ചറായിരുന്നു. ഒരു ടീച്ചർ ഹിന്ദിയും സാമൂഹ്യശാസ്ത്രമായിരുന്നു എടുത്തിരുന്നത്. കുറേ പഠിപ്പിച്ചത് ചരിത്രപരമായിട്ടുള്ള. പിന്നെ ഹിന്ദിയിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. 6ാം ക്ലാസ്സിൽ കൊല്ലമനോ സാറായിരുന്നു. കൊല്ലമനോ സാറ് കുറേ ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് 6ാം ക്ലാസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ 7ാം ക്ലാസ്സിൽ ഒരു ടീച്ചറായിരുന്നു ക്ലാസ് ടീച്ചർ. കുറേ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തന്നു. ഗ്രാമറും കുറേ കാര്യങ്ങളും പറഞ്ഞു തന്നു. നമ്മൾ നല്ല കുറേ കാര്യങ്ങളും പറഞ്ഞു തന്നു. പിന്നെ കൊല്ലമനോ സാറ് നമുക്ക് പഠിക്കാനല്ലാത്ത ആയാലും നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞു തരും കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സ്കൂൾ ടീച്ചർ പറയും ലൈബ്രറിയിൽ കുറേ പ്രാവശ്യം നമ്മൾ ചോദിക്കുമ്പോൾ കൊണ്ടുപോകും. കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ പരിചയപ്പെട്ടു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമ്മുടെ ക്രാഫ്റ്റ് ടീച്ചർ ടീച്ചർ നമുക്ക് കുറേ ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ പഠിപ്പിച്ചു തന്നു. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. പിന്നെ ആ 7ാം ക്ലാസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ സ്കൂള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്കൂളൊന്നും മറക്കൂല. സ്കൂളിലെ ടീച്ചർമാരെയും ആരെയും മറക്കൂല എന്ന് ഓർക്കും. പിന്നെ ഈ സ്കൂളിൽ തന്നെ കൂട്ടുകാരിയും എന്ന് ഓർക്കും. ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് അജിത ടീച്ചറായിരുന്നു നേടിത്തന്നത്. കലോത്സവത്തിന് പോകണമെന്നുള്ള ആഗ്രഹം. അതിന് വലിയൊരു ആഗ്രഹമായിരുന്നു. കുറേ വർഷം ആഗ്രഹിച്ചിരുന്നു. പിന്നെ അത് എനിക്ക് ആഗ്രഹം കിട്ടിയത്. പിന്നെ നമ്മുടെ സജിസാറ് കുറേ സ്പോർട്സിനൊക്കെ കൊണ്ടുപോയിരുന്നു. എനിക്ക് കുറേ ക്യാമ്പിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സജിസാറിനെ കൊണ്ടുപോയി. സജിസാറിന് ഒരിക്കലും മറക്കൂല. അജിത ടീച്ചറിന് ആരെയും എനിക്ക് ഈ സ്കൂളിൽ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. കുറേ ആഗ്രഹങ്ങളും നല്ലൊരു ടീച്ചർമാരെ എനിക്ക് നേടിത്തന്നിരുന്നു. എനിക്ക് ആരെയും മറക്കൂല. എൻ്റെ കൂട്ടുകാരെയും മറക്കില്ല. ഈ സ്കൂളിനെ മറക്കില്ല. എല്ലാവർക്കും നമസ്കാരം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള എൻ്റെ ഈ സ്കൂളിലെ ഈ പഠനം കഴിയുകയാണ്. എല്ലാ അധ്യാപകർക്കും സ്റ്റാഫിനും കൂട്ടുകാർക്കും എന്നെ സഹായിച്ച പേരൻസിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു മക്കളെ. ഞങ്ങൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്.